സ്മൂത്തായിട്ട് പല്ല് വയ്ക്കാൻ ഏതാണ് ഡോക്ടറെ നല്ലൊരു ഓപ്ഷൻ? എൻ്റെ വായിലാണ് ഇപ്പോൾ ഒരു പല്ല് മിസ്സിങ് ആയിട്ടുള്ളെങ്കിൽ ഞാൻ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ഇംപ്ലാൻസ്. വൈ? നമ്മൾ ഇംപ്ലാൻസ് വയ്ക്കുമ്പം അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ടൂത്തിനെ ബേസിക്കലി അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ റിമൂവ് ചെയ്യുന്ന പല്ലെന്ന് വെച്ചാൽ ടൂത്തിന് 2 പാർട്സാണ് ആക്ച്വലി ഉള്ളത്, ഒരു ക്രൗണും ഒരു റൂട്ടും. അതുപോലെ തന്നെ നമ്മൾ ഡെൻ്റൽ ഇംപ്ലാൻസ് പ്ലേസ് ചെയ്യുമ്പം റൂട്ടിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നു, ക്രൗണിൻ്റെ സ്ഥാനത്ത് നമ്മൾ ക്യാപ്പ് പ്ലേസ് ചെയ്യുന്നു. എക്സാക്ട്ലി എങ്ങനെയാണോ നമ്മുടെ പല്ല് നഷ്ടപ്പെട്ടത് അതേ രീതിയിൽ നമ്മൾ ഒരു പുതിയ പല്ലിനെ വെക്കുന്നു. അതിൽ അടുത്തുള്ള പല്ലുകളെ അഫക്റ്റഡ് ആവുന്നോ ഒന്നുമില്ല. എന്നാൽ ബ്രിഡ്ജസ് ചെയ്യുമ്പോഴുള്ള ഡ്രോബാക്ക് എന്താണ്? ബേസിക്കലി നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മിസ്സിംഗ് ആയിട്ടൊരു ടൂത്ത് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 പല്ലിനെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ 3 എണ്ണമായിട്ട് ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പല്ല് റീപ്ലേസ് ചെയ്യാൻ 3 പല്ലിനെ, അതായത് അടുത്തുള്ള 2 പല്ലിനെയും കൂടെ നമ്മൾ വെറുതെ ട്രിം ചെയ്ത് ഒരു ചെറുതായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. അതായത് അതിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടി വരും. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും ബ്രിഡ്ജ് വെക്കുന്ന നമ്മൾ 2 തൂണായിട്ട് കൊടുത്തിരിക്കുന്ന പല്ലുണ്ടല്ലോ, ആ പല്ലിന് എന്തെങ്കിലും കേട് സംഭവിക്കുമോ, എന്തെങ്കിലും ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ ആ ഫുള്ള് ബ്രിഡ്ജ് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ട്രീറ്റ് ചെയ്തിട്ട് പുതിയ ബ്രിഡ്ജ് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇംപ്ലാന്റേ ചൂസ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നെങ്കിൽ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക.